ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ ഗോവിന്ദും വരുണൊക്കെ കൂടെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഗീതു അങ്ങോട്ട് വരിക. എക്സ്ക്യൂസ് മീ, എനിക്ക് അകത്തേക്ക് വരാമല്ലോ, വരാൻ ഇത്തിരി വൈകിപ്പോയി. അത് കേട്ടതും ഗോവിന്ദ് അകത്തേക്ക് വാ ഗീതു എന്നും പറഞ്ഞുകൊണ്ട് ഗീതുവിനെ വിളിക്കുക. ഗീതു വന്ന് അവിടെ ഇരുന്നു. ആഹാ, കൃത്യസമയത്താണ് ഗീതു എത്തിയത്. ഞങ്ങൾ ആ രഘുറാം കമ്പനിയുടെ ടേക്ക് ഓവറിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താ ഗീതാഞ്ജലിയുടെ അഭിപ്രായം ഒന്നും ജോസഫേട്ടൻ ചോദിക്കുക. അത് കേട്ടതും ഗീതു, നമുക്കിപ്പോൾ IT കമ്പനി ഒരെണ്ണം സ്വന്തമായിട്ടുള്ളത് നല്ലതാണ്, അങ്ങനെയാണ് എൻ്റെ തീരുമാനം, എൻ്റെ അഭിപ്രായം. അത് കേട്ടതും വിനോദമൊന്നും മിണ്ടാതിരിക്കുക. അപ്പോഴേക്കും വരുൺ, അങ്ങനെ ഒരു IT കമ്പനിയുടെ ആവശ്യം നമുക്കില്ലാന്ന് തന്നെ തോന്നുന്നേ. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് എന്താ പറയുക, കൂടുതൽ പഠിക്കാനുണ്ട്. ഇപ്പം നമുക്ക് നിലവിലുള്ളൊരു IT കമ്പനി ഉണ്ട്. അങ്ങനെ പല കാര്യങ്ങളും ഉള്ളപ്പോൾ ഈ തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന കമ്പനി വിലയ്ക്ക് വാങ്ങേണ്ട വല്ല ആവശ്യവും നമുക്കുണ്ടോ? അത് കേട്ടതും ഗോവിന്ദ്, എന്തായാലും നമ്മൾ രഘുറാം സാറിൻ്റെ കമ്പനി മേടിച്ചാലും മേടിച്ചില്ലെങ്കിലും നമുക്കിപ്പം നിലവിലുള്ള IT കമ്പനിയുടെ ആൾക്കാരെ നമ്മൾ പിരിച്ചുവിടും. ആ കമ്പനി നമുക്ക് വേണ്ട, അത് ഞാൻ തീരുമാനിച്ചുറപ്പിച്ചത് തന്നെയാണ് എന്നും പറയുക. അത് കേട്ടതും സുവർണയും വരുണും ഞെട്ടിപ്പോയി. കാരണം അവരുടെ കസ്റ്റഡിയിലുള്ള കമ്പനിയാണ് ആ IT കമ്പനി. ആ കമ്പനി ഗോവിന്ദ് ഒഴിവാക്കി കഴിഞ്ഞാൽ ഇവർക്കാണ് നഷ്ടം. അതുകൊണ്ട് അവരാകെ ടെൻഷൻ അടിച്ചിങ്ങനെ ഇരിക്കുക. അപ്പം അജാസ് എന്തോന്നും മിണ്ടാത്തെ എന്നും ഗോവിന്ദ് ചോദിക്കുക. അല്ല, IT കമ്പനി ഉള്ളത് നമുക്ക് നല്ലതാണ്. ഇപ്പോൾ ഈ IT കമ്പനി മേടിക്കുകയാണെങ്കിൽ നിലവിലുള്ള IT കമ്പനി വേണ്ടാന്ന് വയ്ക്കുന്നത് തന്നെ ശരി, അതെനിക്കും തോന്നുന്നുണ്ട്. അത് കേട്ടതും ഇത്രയും നേരം അജാസ് അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. IT കമ്പനി നമുക്ക് ഉണ്ടാവുന്നത് നല്ലതല്ല എന്നല്ലേ പറഞ്ഞത്. ഇപ്പം എന്താ? അല്ല, ഗീതു മേഡം പറഞ്ഞപ്പോൾ എനിക്ക് അത് ശരിയാണെന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഗീതു വിനോദിനെ നോക്കുക. വിനോദേ, നീ എന്താ ഒന്നും മിണ്ടാത്തെ? എന്തെങ്കിലും പറ. അത് പിന്നെ ഈ IT കമ്പനിയൊക്കെ ഒരു എന്താ പറയുക, പഴയ ഇതല്ലേ ചേച്ചി. എന്തൊക്കെയായാലും നമ്മൾ പുതിയതായിട്ട് ചിന്തിക്കുന്നതല്ലേ നല്ലത്. ഞാൻ വേറൊരു IT കമ്പനിയെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ട്. അപ്പോൾ IT കമ്പനിയെക്കുറിച്ച് ഉള്ള കാര്യങ്ങൾ വിനോദ് പറയുക. അത് കേട്ടതും ദുബായിൽ ഏറ്റവും വലിയ ഫ്രോഡായ കമ്പനിയാണ് ഇപ്പോൾ വിനോദ് പറഞ്ഞ കമ്പനി. അവരുമായിട്ട് വിനോദിനെങ്ങനെ ഇടപാട്? വിനോദിനെങ്ങനെ അറിയാം? ഇത് കേട്ടതും വിനോദ് ഞെട്ടിപ്പോയി. പറയാൻ ഉത്തരവില്ലാതെ വിനോദ് ആലോചിക്കുക. ഞാൻ അവരെക്കുറിച്ചല്ല, രഘുറാം കമ്പനിയാണ് ഏറ്റവും നല്ല കമ്പനി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. വേണ്ട, മാറ്റി പറയൊന്നും വേണ്ട, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് എന്നും ഗീതു. അത് കേട്ടത് വിനോദ് ഉത്തരം മുട്ടി ഇങ്ങനെ നിൽക്കുക. ശരി, ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയണ്ട വിനോദേ. നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുന്ന എന്തിനാ? നല്ലതാണോ ചീത്തതാണോ എന്ന് അന്വേഷിച്ചിട്ട് പോരായിരുന്നോ നിനക്ക് ഈ കാര്യങ്ങളൊക്കെ? എന്തായാലും ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും അന്വേഷിക്കണ്ട. ഇനിയിപ്പോൾ ഞാനൊരു കാര്യം പറയാം. എന്തൊക്കെ സംഭവിച്ചാലും രഘുറാമിൻ്റെ കമ്പനി നമ്മൾ മേടിക്കുന്നു, എന്താ പോരെ? അപ്പോൾ ഇതെല്ലാവർക്കും ഓക്കെ ആണല്ലോ? അത് കേട്ടതും വരുണും സുവർണയും മുഖത്തോട് മുഖം നോക്കുക. ഈശ്വര, ഇതെങ്ങനെ എതിർക്കും എന്നും പറഞ്ഞുകൊണ്ട് എതിർക്കാൻ ഒരു വഴിയില്ല. അപ്പോഴേക്കും ജോസഫേട്ടൻ കൈതട്ടുക. എല്ലാവരും കൈതട്ടി. അജാസും ഗീതുവും ഒക്കെ സപ്പോർട്ട് ചെയ്തു. അങ്ങനെ അവർ മീറ്റിംഗ് പിരിഞ്ഞു. മീറ്റിംഗ് പിരിഞ്ഞതിന് ശേഷം ഗീതു നേരെ തൻ്റെ ക്യാബിനിലേക്ക് പോവുക. അവിടെ ചെന്നിരുന്ന് ഫോൺ എടുത്തു. എന്നിട്ട് അവർണികയെ വിളിക്കുക. ഹലോ അവർണിക. പറ ഗീതാഞ്ജലി. നിങ്ങളുടെ കാര്യം ഗോവിന്ദ് സാറിനോട് സംസാരിച്ച് ഞാൻ ഓക്കെ ആക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതെ ഗീതാഞ്ജലി, എന്തായി? മീറ്റിംഗൊക്കെ കഴിഞ്ഞോ? ഗോവിന്ദ് സാർ എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കമ്പനി മേടിക്കാൻ ഗോവിന്ദ് സാർ തയ്യാറാണ്. അത് കേട്ടതും താങ്ക് യു ഗീതാഞ്ജലി, എനിക്ക് ഒരുപാട് സന്തോഷമായി. എനിക്ക് ഒത്തിരി സന്തോഷമായി. താങ്ക് യു. ഇതിന് ഗീതാഞ്ജലിയോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് അവർണിക ഭയങ്കര സന്തോഷത്തിലാവുക. ഇനി മറ്റൊരു കുഴപ്പമില്ലാതെ കമ്പനി മുന്നോട്ട് കൊണ്ടുപോകണം, അത്രയേ ഉള്ളൂ ഞങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞ് ഗീതു. ഇനി എത്രയും പെട്ടെന്ന് വന്ന് സൈൻ ചെയ്ത് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തോ. ശരി ഗീതാഞ്ജലി എന്നും പറഞ്ഞുകൊണ്ട് അവർണിക ഫോൺ കട്ട് ചെയ്യുക. ആ സമയം ഗീതുവിൻ്റെ സംസാരം കേട്ട് ഗോവിന്ദ് അങ്ങോട്ട് വരിക. അപ്പം തന്നെ ഗീതു ഫോൺ എടുത്ത് നമ്മുടെ വിജയലക്ഷ്മിയെ വിളിക്കുക. ഹലോ, ഇപ്പം എവിടെയുണ്ട്? ഹോട്ടലിലുണ്ടോ? ഞാൻ അങ്ങോട്ടേക്ക് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഗീതു പോകാനായിട്ട് തയ്യാറായി നിൽക്കുമ്പോൾ ഗോവിന്ദ്, ഞാനറിയാതെ അവർണികയും രഘുറാം സാറും പിന്നെ ഗീതുവും തമ്മിൽ എന്തോ ഇടപാടുണ്ട്. എന്തായ ഇടപാട് എന്നും പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോഴേക്കും അജാസ് അങ്ങ് വന്നു. സാർ, രഘുറാം സാറിനെ വിളിച്ച് ഈ എഗ്രിമെൻറ്റിൽ ഒപ്പിടുന്ന കാര്യം പറയണ്ടേ? അതിനു മുമ്പ് എനിക്ക് ചില കാര്യങ്ങൾ അന്വേഷിക്കാനുണ്ട്. എൻ്റെ കൂട്ടുകാരൻ മഹേഷ് ഒരുത്തരുണ്ട്. അയാളാണ് ഈ രഘുറാമിൻ്റെ ഡീല് നമ്മുടെ ഇടയിലേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട്
അവനെക്കുറിച്ച് ഞാനൊന്ന് അന്വേഷിക്കട്ടെ, അതിനുശേഷം മതി എഗ്രിമെൻറ്റിൽ ഒപ്പിടൽ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് അങ്ങോട്ട് പോവുക. അപ്പോൾ അജാസിന് നല്ല സംശയം തോന്നി. എന്തോ ഉണ്ടല്ലോ, സാർ ഇത്രയും നേരം ഗീതുവിൻ്റെ മുറിയിൽ ഒളിഞ്ഞു നിന്ന് നോക്കുമായിരുന്നു, എന്താണെന്ന് അറിയില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അജാസ് അങ്ങോട്ട് പോവുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഗീതുവിനെയാണ്. ഗീതു നേരെ ഹോട്ടൽ മുറിയിലെത്തി. അവിടെ എത്തിയതും ഹോട്ടലിൻ്റെ റിസപ്ഷൻ്റെ ആ ഭാഗം എത്തിയപ്പോഴേക്കും രഘുറാം സാർ അങ്ങോട്ട് വരിക. രഘുറാം സാറിനെ കണ്ടതും, ആഹാ ഗീതാഞ്ജലിയോ, ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. അല്ല, ഞാൻ സാറിനെ കാണാൻ വേണ്ടി വന്നതല്ല. പിന്നെ ആരെയാ? എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി വന്നതാ. ആണോ? എന്തായാലും നന്നായി ഗീതാഞ്ജലി, ഒരുപാട് സന്തോഷമുണ്ട് ഗീതാഞ്ജലി, കാരണം ഞങ്ങൾക്ക് ഇത്രയും വലിയൊരു ഡീല് കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് എന്നൊക്കെ പറയുക. എൻ്റെ മാത്രം കഷ്ടപ്പാടല്ല, ഗോവിന്ദ് സാറും ഇതിന് ഒരുപാട് ഇത് പറഞ്ഞിട്ടുണ്ട്, പിന്നെ മഹേഷും. അങ്ങനെ അതുകൊണ്ട് എല്ലാവരും കൂടെ ചെയ്തിട്ടാണ് ഇങ്ങനെയുള്ള കാര്യം റെഡിയായത് എന്നൊക്കെ പറയുക. ശരി ഗീതാഞ്ജലി, ഞാൻ ഗീതാഞ്ജലിയെ വിളിച്ചോളാം. ശരി. അപ്പോഴേക്കും സുവർണ അവർ തമ്മിൽ സംസാരിക്കുന്നത് കാണുക. ഇവർ തമ്മിൽ എന്തോ ഇടപാടുണ്ടല്ലോ, എന്താണെന്തോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ സുവർണ ഇങ്ങനെ നോക്കുക. അങ്ങനെ ഇപ്പോൾ അവൾ മാത്രം മിടുക്കിയാവണ്ട, ആ പ്രോജക്റ്റ് രഘുറാം കമ്പനിയുടെ പ്രോജക്റ്റ് ഗോവിന്ദ സാറിനെ കൊണ്ട് ഏറ്റെടുപ്പിച്ചത് ഇവളല്ലേ, ഇവളെ പെരുങ്കള്ളിയാക്കാനുള്ള നല്ലൊരു അവസരമാണ് എന്നും പറഞ്ഞുകൊണ്ട് സുവർണ വീഡിയോ എടുക്കുകയാണ്. അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് രഘുറാമിനോട് സംസാരിച്ച് ഗീതു നേരെ വിജയലക്ഷ്മിയുടെ മുറിയിലേക്ക് പോവുക. അവിടെ ചെന്നിട്ട്, മാഡം സത്യങ്ങളൊക്കെ ഞാൻ ഇന്നലെ അറിഞ്ഞത്, പാവം ആ മനുഷ്യനെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചു മാഡം. എന്താന്ന് എനിക്കറിയില്ല, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല, അത്രയ്ക്ക് വലിയ ചതിയാണ് ഞാൻ അങ്ങേരോട് ചെയ്തത്. ചെയ്യാത്ത തെറ്റിനെ ഞാൻ ഒരുപാട് ശിക്ഷിച്ചു മാഡം എന്നൊക്കെ. സാരില്ല ഗീതു, നീ അറിയാതെയല്ലേ, ഞാൻ അറിയാതെ ചെയ്തതാണെങ്കിലും ഗോവിന്ദ് സാർ എന്നോട് ക്ഷമിക്കാൻ തയ്യാറല്ല മാഡം. എന്നോടിപ്പോഴും ഗോവിന്ദ് സാറിന് നല്ല ദേഷ്യമുണ്ട്. മാഡത്തിനറിയോ, എന്നെ മുറിയിൽ നിന്ന് വരെ പുറത്താക്കി. അത് കേട്ടതും വിജയലക്ഷ്മി, നിന്നെ മുറിയിൽ നിന്നും പുറത്താക്കിയോ? അതെ മാഡം, മുറിയിലേക്ക് കയറാൻ പോലും ഗോവിന്ദ് സാർ എന്നെ അനുവദിക്കുന്നില്ല. ഗോവിന്ദ് സാറിന് എന്നോട് അത്രയ്ക്ക് ദേഷ്യമാണ്. അത് കേട്ടതും, എന്തായാലും എനിക്ക് ഒന്നേ പറയാനുള്ളൂ, എത്രയൊക്കെ വന്നാലും മോള് തോറ്റു കൊടുക്കരുത്. ഗോവിന്ദന് മുൻപിലായാലും രാധികയ്ക്ക് മുൻപിലായാലും, മനസ്സിലായല്ലോ? ഞാൻ തോറ്റു കൊടുക്കില്ല മാഡം. രാധികയുടെ കയ്യിൽ നിന്നും എങ്ങനെയെങ്കിലും ഗോവിന്ദ് സാറിനെ രക്ഷിച്ചേ പറ്റൂ. അതിനുവേണ്ടി ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ഞാൻ പോകും മാഡം. അത് കേട്ടതും, ഒരു കാര്യം ഞാൻ പറയാം, എന്തൊക്കെയായാലും മോള് തളർന്നു പോകരുത്, മനസ്സിലായല്ലോ? ഇല്ല മാഡം, ഞാൻ തളരില്ല. പക്ഷേ എവിടെയോ എന്തോ മനസ്സിൽ ഒരു വിങ്ങൽ പോലെയുണ്ട്. ഗോവിന്ദ് സാറിനോട് ചെയ്ത തെറ്റ് അത്രയ്ക്ക് വലിയ ഒരു തെറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആ പാവം ചെയ്യാത്ത തെറ്റിനെ, അറിയാത്ത കാര്യത്തിന് ഞാൻ ഒരുപാട് കുറ്റപ്പെടുത്തി മാഡം. സാരമില്ല, ഇങ്ങനെയുള്ള വഴക്കുകളിൽ നിന്നാണ് പ്രണയം വരുന്നത്. പ്രണയോ? മാഡം എന്താ പറയുന്നേ? ഗോവിന്ദ് സാറിനും എനിക്കും തമ്മിൽ പ്രേമം ഉണ്ടാവുമെന്നോ? ഒരിക്കലുമില്ല. ഒരിക്കലും ഗോവിന്ദ് സാറിന് എനിക്ക് പ്രണയിക്കാൻ കഴിയില്ല. ഗോവിന്ദ് സാറ് എൻ്റെ ദൈവമാണ്, എൻ്റെ നല്ല ബെസ്റ്റ് ഫ്രണ്ടാണ്. അങ്ങനെയുള്ളപ്പോൾ ഞാൻ എങ്ങനെയാണ് ഗോവിന്ദ് സാറിനെ പ്രണയിക്കുന്നത്? എൻ്റെ ഗീതും ബെസ്റ്റ് ഫ്രണ്ട്സും സ്നേഹിച്ച് കെട്ടിയ ഒരു ഇതൊക്കെ ഉണ്ട്. അത് കേട്ടതും, ഇല്ല മാഡം, ഒരിക്കലും അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഗോവിന്ദ് സാറ് എൻ്റെ എല്ലാമാണ്. ഒരിക്കലും ഗോവിന്ദ് സാറിന് ഒരാപത്ത് സംഭവിക്കാതിരിക്കാൻ ഞാൻ ഒരുമ്പിട്ടിറങ്ങും, ഞാൻ മുന്നിലുണ്ടാവും. ഗോവിന്ദ് സാറിന് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ ആദ്യം എന്നെ ഇല്ലാതാക്കിയിട്ട് വേണം രാധികമ്മ ഗോവിന്ദ് സാറിൻ്റെ വേല കൈവയ്ക്കാൻ. ഇപ്പം ഞാൻ പറഞ്ഞത് എന്തായി? ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഗീതുവിന് ഗോവിന്ദനോടുള്ള പ്രണയം ഇരട്ടിയാകുന്നുണ്ടെന്ന്. എനിക്കൊരു പ്രണയവും ഇല്ല മാഡം. ഗോവിന്ദ് സാറിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം, അത്രയേ ഉള്ളൂ. ഗോവിന്ദ് സാറിൻ്റെ ജീവന് ഒരാപത്ത് സംഭവിക്കാൻ പാടില്ല. ഇപ്പം തന്നെ രഘുറാം കമ്പനി ഏറ്റെടുക്കണമെന്ന് ഗോവിന്ദ് സാറിനോട് ഞാൻ പറഞ്ഞു. ഗോവിന്ദ് സാർ അത് കേട്ടു. പക്ഷേ എന്നോടുള്ള ദേഷ്യവും വാശിയൊക്കെ ഗോവിന്ദ് സാറിന് ഇപ്പോഴും ഉണ്ട് മാഡം. അതെങ്ങനെ മാറ്റണമെന്നാണ് എനിക്കറിയാത്തത്. മോള് വിഷമിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ടിരിക്കും. എന്തായാലും ഗോവിന്ദ് അതൊക്കെ മറക്കും. എല്ലാം മറന്ന് മോളെ സ്നേഹിക്കുന്നൊരു ദിവസം വരും. അന്ന് അതിനു വേണ്ടി കാത്തിരിക്കും. അതെ മാഡം, ഞാൻ കാത്തിരിക്കുക. ഗോവിന്ദ് സാറ് എന്നോടുള്ള ദേഷ്യമൊക്കെ മാറ്റി എന്നോട് ക്ഷമിച്ച് എൻ്റെ അടുത്തേക്ക് വരണമെന്ന്. മോള് വിഷമിക്കുകയൊന്നും വേണ്ട. എന്തായാലും ഗോവിന്ദൻ്റെ മനസ്സല്ലേ പെട്ടെന്ന് അലിയും. നീ ചെയ്തത് മുഴുവനും മോളറിയാതെയുള്ള തെറ്റല്ലേ? അതുപോലെ ഗോവിന്ദ് അറിയാത്ത തെറ്റിനും ഗോവിന്ദനെയും കുറ്റപ്പെടുത്തി. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പക്ഷേ രാധിക, വരുൺ അവരൊക്കെ ഗോവിന്ദന് ചുറ്റും ആപത്തുമായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ എന്തൊക്കെ സംഭവിച്ചാലും മോളെപ്പോഴും അവിടെ ഉണ്ടാവണം. ഗോവിന്ദ് നിന്നെ ചവിട്ടി പുറത്താക്കിയാൽ പോലും മോൾ തകർന്ന് അവിടെ നിന്ന് ഇറങ്ങരുത്, കേട്ടല്ലോ? ശരി മാഡം, ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല. ഉറപ്പായിട്ടും ഞാൻ ഇറങ്ങിപ്പോരില്ല മാഡം. എനിക്ക് ഗോവിന്ദ് സാറിൻ്റെ ജീവൻ രക്ഷിക്കണം. അതിനെന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യും
ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ഞാൻ പോകും മാഡം. ആ മതി, ഈ ധൈര്യം എനിക്ക് കിട്ടിയാൽ മതി. മോളുടെ വാക്ക് എനിക്ക് വിശ്വാസമാണ്. എന്തൊക്കെ സംഭവിച്ചാലും മോളൊപ്പം ഉണ്ടാവുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായി. ഇനിയിപ്പോൾ പേടിക്കാനൊന്നുമില്ല. ഗോവിന്ദൻ്റെ ജീവന് ഒരാപത്ത് സംഭവിക്കില്ല. മാഡം, ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് മാഡത്തിന് തോന്നുന്നുണ്ടോ? എന്ത് തെറ്റ്? അല്ല, രാധിക അമ്മയെ കുറ്റപ്പെടുത്തുന്നതും ഗോവിന്ദ് സാറിന് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അത് ഗോവിന്ദന് അവരോടുള്ള സ്നേഹം കൊണ്ടാണ് മോളെ. പക്ഷേ അവർക്ക് തിരിച്ച് അങ്ങനെയല്ല. അവർ തിരിച്ച് ഗോവിന്ദൻ്റെ സ്വത്തുക്കളെ മാത്രമാണ് സ്നേഹിക്കുന്നത്. അവൾക്കൊരു മോനുണ്ടല്ലോ, വരുൺ. അവന് വേണ്ടിയാണ് അവൾ ഇത്രയും നാൾ കഷ്ടപ്പെടുന്നത്. അവൻ്റെ അച്ഛനാരാണെന്ന് പോലും അവൾക്കറിയില്ല. എന്നിട്ടും ഗോവിന്ദൻ അവരെ പൊന്നുപോലെയാണ് നോക്കിയതും സ്നേഹിച്ചതും. പക്ഷേ അവർക്ക് അവനോടുള്ളത് സ്വത്തുക്കളോടുള്ള സ്നേഹം മാത്രമാണ്. ആ കപട സ്നേഹം അവൻ്റെ മുൻപിൽ കാണിച്ചു കൊടുക്കണം മോളെ. അത് കേട്ടതും ഞാൻ എന്തൊക്കെ പറഞ്ഞാലും ഗോവിന്ദേട്ടൻ വിശ്വസിക്കുന്നില്ലല്ലോ അമ്മേ. പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? മോൾക്ക് ചെയ്യാൻ പറ്റും, മോൾക്ക് എല്ലാം ചെയ്യാൻ പറ്റും. മോള് മിടുക്കിയ, മോള് ധൈര്യമുള്ള കുട്ടിയാ. എനിക്ക് പറ്റാത്തതൊക്കെ മോള് ചെയ്യണം, മോള് ചെയ്തേ പറ്റൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മി ഗീതുവിനെ ഉപദേശിക്കുകയാണ്. ഇതെല്ലാം കേട്ടപ്പോൾ ഗീതുവിൻ്റെ കണ്ണ് നിറഞ്ഞു. കരയരുത്, തളരരുത്, നല്ല പിടിച്ചു നിൽക്കാനുള്ള ശക്തി വേണം. നമ്മൾ തളർന്നു പോയാൽ നമ്മൾ എന്താ പറയുക, ജീവിതകാലം മുഴുവനും അനുഭവിക്കേണ്ടി വരും. പക്ഷേ നമ്മൾ വിജയത്തോടെ സഹിച്ചു നിന്നാൽ ഉറപ്പായിട്ടും നമുക്ക് വിജയം ഉണ്ടാവും എന്നും വിജയലക്ഷ്മി ഗീതുവിനെ ഉപദേശിച്ചു. ഇതെല്ലാം കേട്ടപ്പോൾ ഗീതുവിന് നല്ലൊരു ധൈര്യം വന്നു. പിന്നീട് ഓഫീസിനുള്ളിലാണ് കാണിക്കുന്നത്. രഘുറാമും അവർണികയും ഇതൊക്കെ വായിച്ചു നോക്കുക. ഗോവിന്ദിൻ്റെ കയ്യിൽ കമ്പനി ഏൽപ്പിക്കുന്നതിൽ ഞങ്ങൾക്ക് നല്ല വിശ്വാസമാണ്, നല്ല ധൈര്യമാണ്. പിന്നെ ഇതൊരു ഡീലാണ്. നാളെ ഇതിൻ്റെ പേരിൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? എന്ത് പ്രശ്നം ഉണ്ടാവാൻ? ഒരു പ്രശ്നം ഉണ്ടാവില്ല, ധൈര്യമായിട്ടിരിക്കുക. അല്ല, നാളെ ഈ പേരും പറഞ്ഞ് ഇത് ഞങ്ങളുടെ കമ്പനിയായിരുന്നു, ഞങ്ങളുടെ കമ്പനിയാണ്, ഞങ്ങൾക്ക് വിട്ടുതരണം എന്നൊന്നും പറഞ്ഞു വരില്ലല്ലോ. ഒരിക്കലും ഇല്ല ഗോവിന്ദ്. അങ്ങനെ വരാൻ എനിക്ക് പറ്റുമോ? ഗോവിന്ദൻ്റെ കൈകളിൽ ഞാൻ ഈ കമ്പനി ഏൽപ്പിക്കുന്നത് നിറഞ്ഞ മനസ്സോടുകൂടി തന്നെയാണ്. ഇത്രയും നേരം എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഗോവിന്ദ് ഈ കമ്പനി ഏറ്റെടുക്കുമെന്നുള്ള ടെൻഷൻ. എന്തായാലും ഗോവിന്ദ് മേടിക്കാമെന്ന് പറഞ്ഞല്ലോ, സന്തോഷമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുവർണ അങ്ങോട്ട് വരിക. അപ്പോഴേക്ക് അജാസ് വന്നു. എന്താ സുവർണ? അജാസ്, എനിക്ക് എത്രയും പെട്ടെന്ന് വരുൺ സാറിനെ ഒന്ന് കാണണം. വെറുതെ നീ ആവശ്യമില്ലാത്ത പണി ചെയ്യരുത്. ഇപ്പം മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക. ആ സമയത്ത് നീ വരുണിനെ വിളിച്ചാൽ അത് വരുൺ സാറിന് വരാൻ പറ്റില്ല. അവർ സൈൻ ചെയ്യുന്നത് വരെ വരുൺ സാറിന് അവിടെ പിടിച്ചു തന്നേ പറ്റൂ. അത് കഴിഞ്ഞിട്ട് നീ കണ്ടോ. എൻ്റെ അജാസ്, എനിക്ക് പ്രധാനപ്പെട്ടൊരു കാര്യം വരുൺ സാറിനോട് പറയാനുണ്ട്. നീ ഇപ്പോൾ പോ സുവർണ, നീ ഒന്നും പറയണ്ട. നീ എന്താ പറയാൻ പോകുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഇനിയിപ്പോൾ അവരാ കമ്പനി ഏറ്റെടുക്കുന്നതിൽ നിനക്ക് വല്ല ടെൻഷൻ ഉണ്ടെങ്കിൽ അത് വേണ്ട. അവരാ കമ്പനി മേടിച്ച് സൈൻ ചെയ്യാൻ പോവുക. എഗ്രിമെൻറ്റിൽ ഒപ്പിടാൻ ഇനി വെറും സെക്കൻഡുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ആ സമയത്ത് നീ വന്നിങ്ങനെ സംസാരിച്ചിട്ട് കാര്യമൊന്നുമില്ല, നീ പോകാൻ നോക്ക് എന്നും പറയുക. അത് കേട്ടതും എൻ്റെ അജാസ്, ഞാൻ വേണ്ട, പോകാനാ പറഞ്ഞത്. അപ്പോൾ സുവർണ വെളിയിൽ പോയി. അപ്പോൾ വരുൺ സുവർണയെ നോക്കുകയാണ്. സുവർണ വെളിയിലേക്ക് പോയത് വരുൺ ആലോചിക്കുക, അവൾക്ക് എന്തായിരിക്കും എന്നോട് പറയാനുള്ളത്? അവൾ എന്താ പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി തന്നെ വന്നത്. അപ്പോൾ സുവർണ വരുണിനെ ഫോൺ വിളിച്ചു. വരുൺ കട്ട് ചെയ്തു. ഇതെന്താ കാണിക്കുന്നത്? ഒരു കാര്യം പറയാമെന്ന് വിചാരിക്കുമ്പോൾ ഫോൺ കട്ട് ചെയ്ത് വിടുവാണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും സുവർണ ഫോണെടുത്ത് വരുണിനെ വിളിച്ചു. അപ്പോൾ വരുൺ ഫോൺ കട്ട് ചെയ്തു. എന്നിട്ട് അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. ഈ സമയം അജാസ്, അവൾ വിളിച്ചാൽ പോകാതിരിക്കാൻ ഇങ്ങേർക്ക് പറ്റില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും വരുൺ, എന്താ സുവർണ, തനിക്ക് എന്താ പ്രശ്നം? അകത്ത് ഡീല് നടന്നുകൊണ്ടിരിക്കുക. ആ സമയത്ത് ഞാൻ അവിടെ ഇല്ലെങ്കിൽ ഗോവിന്ദേട്ടൻ എന്നെ അന്വേഷിക്കും. എൻ്റെ വരുൺ സാർ, ഞാനൊരു കാര്യം പറയാം. ഗീതാഞ്ജലി ഈ സാധനം അവർക്ക് വേണ്ടി ഈ സ്ഥാപനം അവർക്ക് വേണ്ടി എന്തിനു വേണ്ടി ഇത്രയും വക്കാലത്ത് പറഞ്ഞ് മേടിച്ചെന്നറിയാമോ? അവൾക്ക് എന്തോ നല്ല ഒരു കമ്മീഷൻ കിട്ടും. അതിനു വേണ്ടി തന്നെയാണ്. ഗീതുവിന് കമ്മീഷൻ കിട്ടുമെന്നോ? എന്ത് കമ്മീഷൻ? ഇത് നോക്ക്. നമ്മളൊക്കെ സംസാരിച്ചതിന് മാത്രമേ രഘുറാം സാറിന് അറിയൂ. പക്ഷെ ഗീതുവിന് രഘുറാം സാറും അവർണികയുമായിട്ട് എന്തോ ബന്ധമുണ്ട്. നോക്കിയേ, എൻ്റെ സുവർണ, ഈ ഫോട്ടോ വെച്ച് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സംസാരിക്കാനല്ലേ പറ്റൂ. ഇതിന് തെളിയിക്കാനൊന്നുമില്ലല്ലോ. ആര് പറഞ്ഞു ഇല്ല എന്ന്? നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഗീതുവും രഘുറാമും സംസാരിക്കുന്ന വീഡിയോ സഹിതം വരുണിനെ കാണിച്ചു കൊടുക്കുക. അത് കണ്ടത് മതി, ഇത് മാത്രം മതി എന്നും നമ്മുടെ വരുൺ. എന്താ വരുൺ സാർ ഉദ്ദേശിച്ചേ? അല്ല, അവളെ ഇവിടെ നിന്ന് ഓടിച്ചു വിടാൻ ഇത് മാത്രം മതി എന്ന് പറയുമായിരുന്നു. രഘുറാം സാറും അവർണികയുമായിട്ട് അവൾക്ക് മറ്റെന്തോ കണക്ഷൻ ഉണ്ടെന്ന് ഉറപ്പായിട്ടും ഞാനിത് ഗോവിന്ദേട്ടനെ അറിയിക്കും. എന്നിട്ട് ഈ ഡീല് വേണ്ടാന്ന് വയ്ക്കും. അതെ,
നമ്മൾ നിയമിച്ച IT കമ്പനി തന്നെ വേണം AGM ഗ്രൂപ്പിനോടൊപ്പം. അല്ലാതെ രഘുറാമിൻ്റെ കമ്പനി എങ്ങാനും ഇങ്ങോട്ട് കൊണ്ടുവന്ന നമ്മുടെ പ്ലാനുകളൊന്നും നടക്കില്ല വരുൺ സാർ. അതെനിക്ക് മനസ്സിലായി സുവർണ. എന്തായാലും എനിക്കിത് മതി, ഇത് മാത്രം മതി എന്നും പറഞ്ഞുകൊണ്ട് വരുൺ ഇങ്ങനെ നിൽക്കുകയാണ്. അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.